ഓണരുചികളിലെ എൻ്റെ ആറാമത്തെ വിഭവം പൈനാപ്പിൾ മധുര പച്ചടിയാണ്. മധുരമുള്ള ഒരു പച്ചടി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. പ്ലീസ് ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലോണം പഴുത്ത പൈനാപ്പിളാണെങ്കിൽ കൂടുതൽ നല്ലത്. പൈനാപ്പിൾ തൊലിയൊക്കെ ചെത്തി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു മൺചട്ടി അടപ്പത്തോട്ട് വെച്ച് അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൈനാപ്പിൾ വേകാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി ഇത്രയും ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിപ്പോൾ മധുരം കുറഞ്ഞ പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർത്തത്. ശർക്കരപ്പാനിക്ക് പകരം നിങ്ങൾക്ക് ശർക്കര കട്ടയായിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചാലും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു മുഴുവൻ തേങ്ങയുടെ പകുതി മുറിയെടുത്ത് അത് ചിരണ്ടി ആ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ കറി പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ പറ്റി ഈ പരുവായി കഴിയുമ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ തിളച്ച് അതിൻ്റെ കറിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് നല്ല ചൂടായിരിക്കും ആ സമയത്ത് ചട്ടിക്ക്. എന്നിട്ട് ചട്ടിയുടെ ചൂട് ഒന്ന് പതുക്കെ ആറി കഴിയുമ്പോൾ മാത്രം പതുക്കെ വിപ്പ് ചെയ്ത് 1 കപ്പ് തൈര് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സിയിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഏകദേശം 200 ml തൈരോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈരൊന്ന് ചൂടായി കിട്ടിക്കോളും. അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂട് മതി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടുക് താളിക്കലാണ്. ഓണസദ്യയിലെ മിക്ക കറികളും കടുക് താളിക്കൽ ഉണ്ട്. കടുക് താളിക്കൽ എന്ന് പറയുന്നത് മസ്റ്റാണ് ഓണസദ്യയിലെ മിക്ക കറികളിലും. അപ്പോൾ നമുക്ക് കടുക് താളിക്കാൻ വേറൊരു പാത്രം തന്നെ അതിന് വേണ്ടി എടുത്ത് വെച്ചാൽ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് കടുകും 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മൾ താളിച്ച് അതിലേക്ക് ഒഴിച്ചു. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒരു 8-10 നല്ല പഴുത്ത കറുത്ത മുന്തിരി അതിൻ്റെ പുറത്തേക്ക് ഇട്ടും കൂടെ കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ മധുര പച്ചടി റെഡി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പം നാളെ ഇതുപോലെ മറ്റൊരു ഓണ വിഭവമായിട്ട് കാണാം. താങ്ക് യു.